യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അവർ ഇത്ര പെട്ടെന്ന് മാറിപ്പോയ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതില്ലേ? മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു വചനത്തിലേക്ക് പെട്ടെന്ന് മാറിപ്പോയ ഒരു അനുഭവം. ഇന്ന് ഈ 2-ാം അധ്യായം അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആരാണ് ഇവരെ ക്ഷീണിപ്പിച്ച സഭയിലുള്ള പഴയ ആൾക്കാർ തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്. കാര്യം പെട്ടെന്ന് ഒരാളെ നിങ്ങൾ മാറണം, നിങ്ങൾ രൂപാന്തരപ്പെടണം, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാ എന്ന് പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് അക്സെപ്റ്റീവ് അല്ല. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നമുക്കറിയാം, തുടക്കത്തിലൊക്കെ എത്ര വ്യക്തമായി പറഞ്ഞ് അവിടെ വന്ന് പ്രവർത്തിച്ച് എനിക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, നിങ്ങളെൻ്റെ പ്രിയ മക്കളാ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പറഞ്ഞാണ് അവരോട് ഓരോ കാര്യങ്ങളോട് പേഴ്സണലി ഡീപ്പായിട്ട് കേട്ടത്. ഇവിടും ഇനി അടുത്തത് ഡീപ്പായിട്ട്. കാര്യം ഗലാത്യർക്ക് ഉണ്ടായ ഒരു കുഴപ്പം, അവർ പ്രവൃത്തിയാൽ നീതീകരണം പ്രാപിക്കുക. ഞങ്ങൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു വിശ്വാസത്താലുള്ള നീതീകരണം മറന്നുകൊണ്ട് പ്രവൃത്തിയാലുള്ള നീതീകരണം. അവരുടെ കൂട്ടത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ യഹൂദന്മാരും ഉണ്ട്. എല്ലാ സഭകളിലും ഈ വന്ന് ഇവരെല്ലാം എവിടുന്നാണ് ചിതറിയത്? യെരുശലേമിൽ നിന്നാണല്ലോ ചിതറിയത്. ഇപ്പോൾ റോമിലെ സഭയോട് പറയുമ്പോൾ ഗലാത്യർ എവിടെ എല്ലാം യഹൂദന്മാരുണ്ട്. അവരാണ് ആദ്യ വിശ്വാസികൾ, അവരാണ് സീനിയർ വിശ്വാസികൾ. അപ്പോൾ അവരാണ് ഈ പതുക്കെ പ്രവൃത്തി മതി, പ്രവൃത്തി കൊണ്ട് പല കാര്യങ്ങൾ നടക്കാം. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായത്തിൽ അതാണ്. അപ്പോൾ അവരോടുള്ള മറുപടിയും കൂടാണ്, അവരോട് പറഞ്ഞു മനസ്സിലാക്കുക, ലേഖനത്തിനകത്ത് പറഞ്ഞു മനസ്സിലാക്കുക. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഇനി 1 കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യം കൂടെ വായിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. ഒരു 14 വർഷം കഴിഞ്ഞിട്ട്, ഒരു നീണ്ട കാലഘട്ടം കഴിഞ്ഞിട്ട് പൗലോസ് എങ്ങോട്ട് പോയി? പൗലോസ് യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ പോയപ്പം ആര് കൂടെ ഉണ്ടായിരുന്നു? ബർന്നബാസും ഉണ്ടായിരുന്നു, കൂടെ തീത്തോസും ഉണ്ടായിരുന്നു. ബർന്നബാസ് യഹൂദനാ, അവിടുത്തെ അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എല്ലാവർക്കും പരിചിതനാ, യഹൂദന്മാരിൽ ഒരാളാണ്. അപ്പം യെരുശലേമിൽ അക്സെപ്റ്റീവായി. യെരുശലേം അവരുടെ വിശുദ്ധ നഗരം, യഹൂദന്മാരുടെ നഗരം. അപ്പോൾ അവിടെ ഉള്ള ക്രിസ്ത്യാനികൾ, യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവിടെ അക്സെപ്റ്റൻസാണ്. പക്ഷേ തൻ്റെ കൂടെ ഒരു യവന, ഇവിടെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചില്ലേ, ടൈറ്റസ് വാസ് എ ഗ്രീക്ക്. താൻ ആരായിരുന്നു? ഒരു ജാതീയനായിരുന്നു, ഒരു യവനനായിരുന്നു. അപ്പോൾ ഒരു യവന വ്യക്തി തൻ്റെ കൂടെ ഉള്ളപ്പോൾ അവിടെ ഓൾറെഡി ഈ യെരുശലേമിലെ സഭ, അതുകൊണ്ടാണ് യെരുശലേമിലെ സഭ ആത്മാവിലും ആദ്യം ആത്മ അഭിഷേകം പ്രാപിച്ച ആരാ? യെരുശലേമിലുള്ള സഭയാണ്. അത് നമുക്കറിയാമല്ലോ. അവരെല്ലാം കൂടി കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ തീ പോലെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നത്, അഗ്നിനാവുകളാൽ അവർ കർത്താവിനെ ആരാധിച്ചു. ആ സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്കതറിയാം. അവർ കാത്തിരുന്നു, ശക്തി പ്രാപിച്ചു. പക്ഷേ ആ ആത്മാവിൽ, ഇപ്പോൾ ഗലാത്യരോടും അടുത്ത അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ തുടങ്ങിയിട്ട് നിങ്ങൾ അവസാനം എങ്ങനെയായിപ്പോയി? ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ത്രാശ പോലെ ആത്മാവിൽ ക്ഷീണം വരുമ്പോൾ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം എന്ത് ചെയ്യും? ഉയരും. അപ്പോൾ ആത്മാവിലുള്ള പ്രവൃത്തി, ആത്മാവിൽ കൂടെയുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു വരുമ്പോൾ പിന്നെ ഈ ജഡത്തിൽ കൂടെ, ശരീരത്തിൽ കൂടെ ഞാൻ ചില നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നന്നായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ വലിയ മരണകരമായ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ മാറി അക്സെപ്റ്റ് ചെയ്യോടുകൂടി ഇവിടെ യെരുശലേമിലുള്ള സഭ സ്ലോലി അവരുടെ പഴയ പല കാര്യങ്ങൾ, പരിച്ഛേദന, ഇവിടും യഹൂദ അവിടുത്തെ സഭ ഒരു സിസ്റ്റമാക്കി. ബാക്കിയുള്ളവരെല്ലാം കൊച്ചിലെ പരിച്ഛേദന ചെയ്തവരാണ്. പരിച്ഛേദന പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നു, പുതിയ നിയമത്തിൽ അതില്ല, അതിൻ്റെ ആവശ്യമില്ല. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് വേണ്ടതെന്നൊക്കെ അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായിട്ട് സഭയെ പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ തന്നെ യെരുശലേമിലെ സഭ ക്ഷീണിച്ചപ്പോൾ അവരെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദനെ വീണ്ടും പരിച്ഛേദന ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജാതിയായൊരു വ്യക്തി താൻ യെരുശലേമിലെ ദൈവസഭയിലേക്ക് വന്നാൽ ആ വ്യക്തിയെ കൊണ്ടുവന്ന് പരിച്ഛേദന ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിലല്ലേ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിൽ കൂടെയുള്ള വിശ്വാസല ഞാനും നിങ്ങളും നമ്മളെല്ലാവരും യഹൂദനും യവനനും ഭാരതീയനും ഒക്കെ ദൈവ പൈതലായി തീരുവാൻ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യും? കർത്താവിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശം, ടു ബി കോൾഡ് ആസ് എ സൺസ് ഓഫ് ഗോഡ്, ദൈവമക്കളായി തീരുവാനുള്ള അവകാശം വിശ്വസിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ അത് പോരാ, നിങ്ങൾ ആ പഴയ നിയമ പ്രവൃത്തി പരിച്ഛേദന. അപ്പം ഈ ഗലാത്യർക്കും പറ്റിയതാ ഈ ജഡത്തിൻ്റെ പ്രവൃത്തി. 2-ാമത്തെ വാക്യം വായിച്ചേ. ഒരു വെളിപ്പാടിനനുസരിച്ച് പോയത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ
പ്രസംഗിപ്പാൻ ജാതികളിടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഞാൻ ജാതികളുടെ അടുത്ത് പറയുന്ന അതേ സുവിശേഷം ഞാൻ യെരുശലേമിൽ വന്ന് പ്രമാണിമാരുടെ അടുത്തും പറഞ്ഞു. രണ്ട് സുവിശേഷമില്ല. പത്രോസിന് ഒരു ചെറിയ ക്ഷീണം തൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. വേറൊന്നും അല്ല, പൗലോസ് ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. തെറ്റാ. താൻ യഹൂദ വേറൊന്നും കൊണ്ടല്ല, നിലനിൽപ്പിനെ ഓർത്താ. താൻ യെരുശലേമിൽ ശുശ്രൂഷിക്കണമെങ്കിൽ യെരുശലേമിലെ ആൾക്കാരോട് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോട് കൂടുമ്പോൾ ചില കസ്റ്റംസൊക്കെ ഉണ്ട്, അവരുടെ ചില പാരമ്പര്യം ആചാരങ്ങളൊക്കെ. അതുകൊണ്ട് താൻ എന്ത് ചെയ്യും, അതിനങ്ങ് വഴങ്ങിക്കൊടുക്കും. അതൊക്കെ ചിലതൊക്കെ അങ്ങ് അനുവദിക്കും. പക്ഷേ ജാതികളുടെ ഇടയ്ക്ക് താൻ ശുശ്രൂഷിക്കുന്ന കുറവാണ് നമ്മൾ കാണുന്നത്. ആദ്യം കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ചെന്നു. അങ്ങനെ ചില ജാതികളുടെ ഇടയ്ക്കാണ് താൻ ആകപ്പാടെ പോയിട്ടുള്ളത് നമ്മൾ കാണുന്നത്. താൻ കൂടുതലും താനും ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാം യെരുശലേമിലായിരുന്നല്ലോ. അപ്പം ഈ രണ്ട് പക്ഷം താൻ കാണിക്കുന്ന ഒരു സിസ്റ്റം അത് ശാസിക്കുന്നത് ഈ അധ്യായത്തിൽ തന്നെ മുൻപോട്ട് 11-ാമത്തെ വാക്യം തൊട്ട് മുൻപോട്ടൊക്കെ വരുമ്പോൾ നമ്മളത് കാണും. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, ഓൾറെഡി നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ താൻ എഴുതിയിരിക്കുന്നു, ഞാൻ അങ്ങനല്ല, ഞാൻ ജാതികളോട് പറയുന്ന അതേ സുവിശേഷമാണ് ഞാൻ ആരോട് പറയുന്നത്, യെരുശലേമിലുള്ള പ്രമാണിമാരോടും വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ പ്രമാണിയോ പരീശനോ ശാസ്ത്രിയോ, ആ ശാസ്ത്രിയൊക്കെ വലിയ ഇതിലിരിക്കുക. ഞങ്ങൾക്ക് മാത്രമേ ബൈബിളിൻ്റെ പകർപ്പെഴുതുവാൻ അവകാശമുള്ളൂ. പകർപ്പെഴുതുന്നവർ എത്ര വട്ടം പകർപ്പെഴുതി ഞങ്ങൾക്കത് കാണാപ്പാറ. പരീശൻ്റെ പുകഴ്ച, ഒരു വള്ളിക്കോ പുള്ളിക്കോ തെറ്റ് വരാതെ ജീരകത്തിന് വരെ ദശാംശം കൊടുക്കുന്നവരാരാ? അതിൽ പോലും ഒരു പരീക്ഷനെ പിടിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അത്രയും പ്രവൃത്തിയിൽ വരെ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ നീ പ്രമാണിയോ പരീക്ഷനോ ശാസ്ത്രിയോ ആരും ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് ഏതുമില്ല എന്ന് താഴോട്ട് പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ജാതിയോട് പറയുന്ന അതെ, നീ ശുദ്ധീകരണം പ്രാപിക്കണം, യേശുവിൽ കൂടാ രക്ഷ. യഹൂദനോട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്, ഒരു പരിച്ഛേദനയും ആവശ്യമില്ല, യേശുവിൽ കൂടാ രക്ഷ, യേശുവിൻ്റെ രക്തത്തിൽ കൂടാണ് ശുദ്ധീകരണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് 4-ാമത്തെ വാക്യം വായിച്ചാൽ. സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. ആത്മീയമായിട്ട് ക്ഷീണിച്ച ചില സഹോദരന്മാർ, അവരെ പരിശുദ്ധാത്മാ വിളിക്കുന്ന എന്ത് സഹോദരന്മാരെന്നാ? വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു കാലത്ത് അഭിഷേകം പ്രാപിച്ചു. ഇപ്പോഴും രണ്ട് അന്യഭാഷയൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ആത്മാവ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആത്മാവ് ഉണ്ടെങ്കിൽ പരിച്ഛേദന വേണമെന്ന് ആരെങ്കിലും പുതിയ നിയമസഭയോട് പഠിപ്പിക്കുമോ? അപ്പം ആത്മാവ് നഷ്ടപ്പെട്ടു. രണ്ട് മറുഭാഷയൊക്കെ പറയുന്നുണ്ട്. ആത്മാവ് എന്ത് ചെയ്തു? ഇങ്ങനെ എത്ര വിശ്വാസികൾ ഈ കാലഘട്ടത്തിലുണ്ടെന്നറിയാം. പലപ്പോഴും നമ്മൾ അന്യഭാഷയിലൊക്കെ ആരാധിക്കുന്ന കാണാം, ജീവിതമില്ല. അവർ അടുത്തോട്ട് എടുക്കുമ്പോൾ കയ്പാണ്, അസൂയയും ചെടി മത്സരവും ഒക്കെ നമുക്ക് കാണാം. എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, അത് ഏത് ആത്മാവാണ്? കാര്യം ചിലരുടെയൊക്കെ സ്വഭാവം കാണും, അടുക്കാൻ കഴിയത്തില്ല. ആത്മാവ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നിലനിൽപ്പ് വേണ്ടേ? പിന്നെ ചില ട്രഡീഷൻസ്, ചില യേശു കർത്താവ് ഇവരോട് പറഞ്ഞത് വളരെ ശക്തമായിട്ട് പറഞ്ഞ് നമുക്കറിയാം. മർക്കോസിലും മത്തായിലും ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യേശു കർത്താവ് തൻ്റെ യഹൂദന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശം ദൈവത്തിൻ്റെ വചനവുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ചില പാരമ്പര്യം അല്ലെങ്കിൽ ബൈ യുവർ ട്രഡീഷൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ രീതികൾ നിമിത്തം നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് ആ വാക്യം മത്തായി സുവിശേഷത്തിൽ വരുന്നുണ്ട്. 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, മത്തായി 15:3. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ബൈ യുവർ ട്രഡീഷൻസ്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നു. യു സിൻ ബൈ യുവർ ട്രഡീഷൻസ്. ഇപ്പോഴത്തെ എഴുതിയിരിക്കുന്നു, നമ്മൾ നേരത്തെ വായിച്ചു, ദൈവവചനം ദുർബലമാക്കുന്നു. ഈ സമ്പ്രദായം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈ പെന്തിക്കോസിനും ഓരോ സഭകൾക്കൊക്കെ അതിൻ്റെ ഒരു രീതികൾ, പല വചനത്തിലില്ലാത്ത പിതാക്കന്മാർ തൊട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പല കാര്യങ്ങൾ കാണും. അതൊന്നും വേറെ ആടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ച് ഒരാടെ തീരുമാനം കാണും. ഞാൻ ചിലപ്പം ചിലർ തേക്കത്തില്ല എന്ന് തീരുമാനം എടുത്തിട്ടുള്ളവരെയും കണ്ടിട്ടുണ്ട്. ചിലർ ഉടുപ്പ് മടക്കി വെക്കത്തില്ല. ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ഉടുപ്പ് ഇങ്ങനെ ഒപ്പയ്ക്കറിയാം ഇങ്ങനെ തുറന്നങ്ങിട്ടേക്കും, ബട്ടൺസ് ഒന്നും എടുത്തില്ല, തുറന്നങ്ങിട്ടേക്കും. വേറൊരാൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ കർത്താവിന് വേണ്ടിയാന്ന് പറയാൻ മുട്ടയടിക്കും. പുള്ളി വിദേശത്താണ്, സുവിശേഷകനാണ്. നാട്ടിൽ വരുമ്പോൾ ഫുൾ മുട്ടയടിച്ച് എന്തിനാ പുള്ളി കാണുമ്പോൾ ഒന്നുകൂടെ അങ്ങ് വിരൂപനായി തീരും. അങ്ങനെ മുട്ടയടിക്കും, ഒന്നുകൂടെ കണ്ണും വലിയ തലയൊക്കെയാണ്. അപ്പോൾ ആ മുട്ടയോട് അടിക്കുമ്പോൾ അങ്ങ് ആ പാടങ്ങ് വിരൂപനായി തീരും. എന്തിനാണ് അടിക്കുന്നത്? എനിക്ക് സ്റ്റൈലൊന്നും വേണ്ട, കർത്താവിന് വേണ്ടി. ഓക്കെ, കുഴപ്പമില്ല, പുള്ളിക്ക് സ്റ്റൈൽ വേണ്ട, മുട്ടയടിച്ചു ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്തോ ചോദ്യം ചെയ്യാൻ പറ്റും. ഒത്തിരി പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ നോക്കി. എൻ്റെ ഒരു കസിൻ ബ്രദറാണ്, പോട്ടെ, പുള്ളി മുട്ടയടിച്ചോട്ടെ. പക്ഷേ നിങ്ങളെല്ലാവരും മുട്ടയടിക്കണം എന്ന് പറഞ്ഞ് പുള്ളി പഠിപ്പിച്ചാലോ? പുള്ളി പ്രസംഗിക്കുന്ന ഒരാളോടാണ്.
നിങ്ങളെല്ലാവരും മുട്ടയടിക്കണം, നിങ്ങൾ ആരും സ്റ്റൈൽ വേണ്ട, എല്ലാവരും മുട്ടയടിക്കണം. അത് വചനത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ഓരോരുത്തരുടെ തീരുമാനങ്ങൾ കാണും. ചില ആൾക്കാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, അവിടെയുള്ള ഈ ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ കഞ്ചാവുകാർ അങ്ങനെയുള്ളവരുടെ ഇടയ്ക്കൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ പുള്ളി അങ്ങനെ ഒരു കടും തീരുമാനത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ശരി, പുള്ളി ചെയ്യുന്ന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അത് ആവശ്യമായിരിക്കും, ആ ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ പുള്ളിയോട് ഇടപെട്ട് കാണും. പക്ഷേ എനിക്ക് വേറൊരാളെ പഠിപ്പിക്കണമെങ്കിൽ അതെവിടെ വേണം? എവിടുത്തെ പ്രമാണമായിരിക്കണം? വചനത്തിൽ. അപ്പോൾ പല കാര്യങ്ങൾ ഇത് അപ്പച്ചന്മാർ തൊട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, സഭ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ പറയുമ്പോഴാണ് അത് എന്തായിത്തീരുന്നത്? നിങ്ങളുടെ സമ്പ്രദായം വെച്ച് പ്രാധാന്യത കൊടുക്കുന്നതിന് പ്രാധാന്യത കൊടുക്കാതെ സാത്താൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പല വിഷയത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് അതാണ് ആത്മീയത എന്ന് വിചാരിച്ച് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ ആത്മീയനാ എന്ന് വിചാരിച്ച് എത്ര പേരാണെന്നറിയാം. സോ അതിങ്ങനെയുള്ള പല സമ്പ്രദായങ്ങൾ അത് പലയിടത്തുനിന്ന് വന്നതാണ്, പലയിടത്തുനിന്ന് കിട്ടിയതാണ്. നാളുകളായിട്ട് വിശ്വാസികൾ പോലും, ഈ പറയുന്ന പഴയ വിശ്വാസികൾ പോലും ആചരിക്കുന്ന പല സമ്പ്രദായം വെച്ചിട്ട് ദൈവവചനം ദുർബലമാക്കല്ലേ. ഇവിടെ യെരൂശലേമിലുള്ളവരോടും പറയുക, നിങ്ങളുടെ പല സമ്പ്രദായങ്ങൾ കാണും, നിങ്ങൾ പണ്ട് തൊട്ട് ആചരിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ദൈവവചനം എന്ത് ചെയ്യല്ല? ദുർബലമാക്കല്ല. അപ്പോൾ ചില കള്ള സഹോദരന്മാർ എത്തി നോക്കാൻ വന്നത് ഒരു തീത്തോസിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. തീത്തോസിനെ പരിച്ഛേദന ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ചെയ്യിപ്പിക്കണം. ഇവിടെയുള്ള ജാതികളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യിപ്പിച്ചു? യെരൂശലേമിലുള്ള ജാതികൾ സഭയെ പറഞ്ഞോ എന്ത് ചെയ്യണം? പരിച്ഛേദന അയക്കണം. അങ്ങനെ ഒരു നിർബന്ധമാക്കി കമ്മിറ്റി അങ്ങനെ പാസ്സാക്കി അങ്ങനെ ചെയ്യുന്നത്. 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേ. പക്ഷെ പൗലോസ് നേരത്തെ പറഞ്ഞല്ലോ, 2-ാമത്തെ വാക്യത്തിലെ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ ജാതികളുടെ അടുത്ത് പ്രസംഗിക്കുന്നു അതുപോലെ തന്നെ സ്ട്രിക്റ്റായിട്ട് ഞാൻ എവിടെ പ്രസംഗിക്കുന്നു? ഇവിടെ യഹൂദന്മാരിലെ പ്രമാണികൾ മധ്യത്തിലും ഞാൻ പ്രമാണിയാണോ അല്ലയോ അതൊന്നും എനിക്കൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് പറയുന്ന ഞാൻ എന്ത് ചെയ്യും? അതുപോലെ പറയും. അപ്പം അങ്ങനെ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് 5-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചത്. ആരാണ് അവർ? ഈ പ്രമാണികൾ. അവർക്ക് എന്ത് ചെയ്തില്ല? ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ പ്രമാണികൾ ആരാന്ന് 6-ാമത്തെ വാക്യം വായിച്ചു. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. അവൻ പണ്ട് പരീശനോ പണ്ട് ശാസ്ത്രിയോ പണ്ട് കൗൺസിൽ മെമ്പറോ ഒക്കെ ആയിരുന്നിരിക്കാം യഹൂദൻ കൗൺസിലിൻ്റെ അകത്ത്. അതൊന്നും എനിക്കൊരു കാര്യം, പൗലോസുമാരാ സന്നദ്ധൻ സംഘമല്ലേ, പൗലോസ് എന്തിനാണ് നോക്കുന്നത്? ആ പ്രമാണികളൊന്നും ഒന്നും ചെയ്തിട്ടുമില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് തീത്തോസിനെ പരിച്ഛേദന ഏൽപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഒരു മിനിറ്റ് ഞങ്ങൾ അല്ലെങ്കിൽ ഒരു നാഴിക പോലും ഒരല്പം പോലും ഞങ്ങൾ എന്ത് ചെയ്തില്ല? വഴങ്ങിക്കൊടുത്തില്ല. വളരെ ശക്തമായിട്ട് പറഞ്ഞു, തീത്തോസ് ജാതിയനാ, അവൻ യവനനാ, അവൻ ഇവിടെ വരും, അവൻ ആരാധിക്കും, അവനെ പരിച്ഛേദന ചെയ്യിപ്പിക്കത്തില്ല. അവൻ്റെ മണ്ടയ്ക്ക് ഈ കർമ്മം മാർഗവും ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. അവന് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു, അവൻ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ ശരീരത്തിൽ ചേർന്നു, അവൻ അഭിഷേകം പ്രാപിച്ചു, അവൻ വളരെ ആത്മശക്തിയോടുകൂടി നല്ല ആഴങ്ങൾ ശുശ്രൂഷിക്കുന്ന നല്ല ശക്തനായ തിമോത്തിയോസിനെ പോൽ തന്നെ ശക്തനായ ഒരു ദൈവദാസനാണ് തീത്തോസ്. അത് നമ്മൾ പിന്നീട് തീത്തോസിനെ എഴുതുന്ന ലേഖനത്തിലൊക്കെ നമ്മൾ കാണും. പൗലോസിൻ്റെ ഒരു ശുശ്രൂഷ അതിൻ്റെ പിന്നീട് തിമോത്തിയോസിനെയും തീത്തോസിനെയും ഒക്കെ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പൗലോസിൻ്റെ ഒരു ശൈലിയിൽ തന്നെ ശക്തമായിട്ട് നിൽക്കുന്ന, എപ്പോഴാണ് ഇത്രയും ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് യഹൂദന്മാർ പറയുന്നത്, യഹൂദ ക്രിസ്ത്യാനികൾ പറയുന്നത്, അല്ലെങ്കിൽ യെരൂശലേമിലെ സഭ പറയുന്നത് അവനൊരു കുറവുണ്ട്, എന്തുവാണ്? പരിച്ഛേദന ഏൽപ്പിക്കണം. അപ്പോൾ പരിച്ഛേദനയ്ക്ക് ആവശ്യമില്ല എന്നൊന്നുകൂടെ ശക്തമായിട്ടുണ്ട്. ഒരു നാഴിക പോലും ഞങ്ങൾ എന്ത് ചെയ്തില്ല? അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. വി ഡിഡ് നോട്ട് കോംപ്രമൈസ്. 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യനെ ഭയന്നുകൊണ്ട് അപ്പോൾ ഈ വിഷയത്തിന് പത്രോസും യോഹന്നാനും കണ്ണടയ്ക്കുന്നുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും അവിടെയുള്ള അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കണ്ണടയ്ക്കുന്നുണ്ട്. പരിച്ഛേദന ഏൽക്കേണ്ടവനൊക്കെ എന്ത് ചെയ്തോ? ഏറ്റവും ചിലരൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ദൈവദാസന്മാർ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത്. പത്രോസും യോഹന്നാനും അവിടെയുള്ള ദൈവദാസന്മാർ ശക്തമായിട്ട് അത് വേണ്ട എന്ന് നേരത്തെ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും ശക്തമായിട്ട് പൗലോസിന് ഇവിടെ വന്ന കാര്യങ്ങൾ പറയേണ്ട വരുത്തുമില്ലായിരുന്നു. 11-ാമത്തെ വാക്യം തൊട്ട് വേറൊരു കാര്യം കൂടി പൗലോസ് ശാസിക്കുന്നുണ്ട്. അപ്പം ദൈവദാസന്മാർ വിശ്വാസികളോ അവരുടെ ഒരു സന്തോഷമല്ല, അവരങ്ങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും പല ആചാരങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഇതുപോലെ അനുവദിക്കുമ്പോൾ
ഇപ്പോഴും നമുക്കറിയാം ആണ്ട് അല്ലെങ്കിൽ വേറെ പല പല വിഷയങ്ങൾ മാമോദീസയ്ക്ക് പോകുക തൊട്ട് നമുക്ക് ഈ തിരുവചനം അനുവദിക്കാത്ത പല വിഷയത്തിനൊക്കെ ആ ഒരു ഫങ്ഷൻ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് റിലേറ്റീവ്സിനോട് പറയുന്നതെന്നൊക്കെ വിചാരിച്ച് പോകുകയും ദൈവദാസന്മാരത് അനുവദിക്കുകയും ഞാൻ ഒരു കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ പാസ്റ്റർ വലിയൊരു പാസ്റ്റർ, ആ പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഈ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ഇനി ഈ പാസ്റ്ററിനാണോ പിന്നെ കുഴപ്പം? മറ്റേ പാസ്റ്ററിന് ഒത്തിരി 100-300 വിശ്വാസികളൊക്കെ ഉള്ള ടൗണിലെ വലിയൊരു സഭയാണ്. അപ്പോൾ ആ പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നാണോ പാസ്റ്ററിന് കുഴപ്പം എന്ന് എന്നോട് ഒരു കുടുംബം നേരത്തെ വന്നുകൊണ്ടിരുന്നൊരു കുടുംബം പറയുവാനിടയെത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞതില്ലേ, ദൈവദാസന്മാർ പോലും കണ്ണടയ്ക്കുകയും അവർ ഈ കാര്യത്തിന് ചേരുകയൊക്കെ ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞു, ഇല്ല, എനിക്ക് ആരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരൊന്നും എനിക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യനെയും ദൈവത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെയും ലോകത്തെയും ഒന്നിച്ച് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ അപ്പോസ്തലന്മാർ നേരത്തെ അഭിഷേകം പ്രാപിച്ചോണ്ട് ഈ പത്രോസും യോഹന്നാനും ധൈര്യമായിട്ട് കൗൺസിൽ മെമ്പേഴ്സിനോട് ചോദിച്ചത്, അധികാരികളോട് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാ, കർത്താവ് ഞങ്ങളോട് പറഞ്ഞതാ പ്രസംഗിക്കാൻ. അല്ലെങ്കിൽ യഹൂദ കൗൺസിലിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ ഭയക്കണോ ദൈവത്തെ ഭയക്കണോ, നിങ്ങൾ പറ. ഈ ചോദ്യം ഇട്ട് കൊടുത്തത് ആരാ? ഇതേ പത്രോസും യോഹന്നാനും ആത്മനിർഭർ പ്രാപിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ അവിടുന്ന് മുടന്തനെ എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങോട്ട് യെരുശലേമിൽ തന്നെ ശുശ്രൂഷ ചെയ്ത സമയത്ത് അവർ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഞങ്ങൾ നിങ്ങളെ പേടിക്കണോ അതോ ദൈവത്തെ പേടിക്കണോ എന്ന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചത്. അപ്പോൾ ഈ മനുഷ്യനെ പേടിച്ച് കഴിഞ്ഞാൽ എന്നും പേടിച്ച് അവസാനം ഇപ്പോൾ യെരുശലേമിലെ പേര് എടുത്ത് അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ അടുത്ത 11ാമത്തെ വാക്യം തൊട്ട് ശാസന തുടങ്ങുന്നുണ്ട് പൗലോസ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനെ സന്തോഷിപ്പിച്ച് അവരുടെ ശുശ്രൂഷയും കൂടെ എന്തായിത്തീർന്നു, അവരുടെ ആ ഇതോട്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യ ഭയം, അത് നമുക്കറിയാവുന്നൊരു വാക്യം സദൃശവാക്യത്തിൽ നിന്ന് വായിച്ചാട്ടെ. പ്രോവേർബ്സ് 29:25. സദൃശവാക്യം 29:25. മനുഷ്യഭയം എന്നും ഒരു കെണിയാണ് അവിടെ എഴുതി. ഞങ്ങളൊക്കെ ഇതിൻ്റെ ബൈബിളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അവിടെ ചില പഴയ ട്രാൻസ്ലേഷനിൽ ഒരു ചെറിയ ഇതുണ്ട്, കണിയെന്ന് എഴുതിയിരിക്കുന്നത്, അത് കെണിയെന്നാണ് അതിൻ്റെ കറക്റ്റായിട്ട്. അപ്പം മാനുഷിക ഭയം, ഫിയർ ഓഫ് മാൻ ഇസ് എ സ്നെയർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ഇറ്റ് ഈസ് എ ട്രാപ്പ്. ഈ മനുഷ്യനെ പേടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അയ്യോ അവർ പറഞ്ഞു അതെന്നും ഒരു വീഴ്ചയാണ്, ഇറ്റ്സ് എ സ്നെയർ അല്ലെ, ഇറ്റ്സ് എ ട്രാപ്പ് അല്ലല്ലേ, ഒരു കെണിയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വീഴും. നമ്മൾ പോലും അറിയാതെ വീഴുന്നതാണ്. ഈ ആനയ്ക്കൊക്കെ വെക്കുകയും അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്കൊക്കെ വെക്കുന്ന കെണി, ആ ഒരു ഭാഷയാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം മനുഷ്യനെ ഭയക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തെ ഭയക്കുവാൻ കഴിയത്തില്ല. മനുഷ്യൻ എന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. സിമ്പിൾ ഭാഷ പറഞ്ഞ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല. മനുഷ്യനെയും ഭയപ്പെട്ട് മനുഷ്യനെ സന്തോഷിപ്പിച്ചു അവർ പറഞ്ഞു, അത് ബന്ധക്കാരായിക്കോട്ടെ, അത് പേരൻസ് ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭയപ്പെടേണ്ടത് ആരെയാ? ദൈവത്തെയാണ്. കേൾക്കേണ്ടത് ആരുടെ ആലോചനയാണ്? ദൈവത്തിൻ്റെ ആലോചനയാണ്. അപ്പം മനുഷ്യനെ ഭയം എന്നും ഒരു കെണിയാണ്. വളരെ വ്യക്തമായിട്ടല്ലേ മത്തായി സുവിശേഷത്തിൽ കർത്താവ് തന്നെ ഓർപ്പിച്ചത്. മനുഷ്യനെ എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യനെ എന്തിനു ഭയക്കുന്നു? മനുഷ്യനെ നിൻ്റെ ശരീരത്തെ അല്ലേ കൊല്ലുവാൻ കഴിയത്തുള്ളൂ, പക്ഷെ നിൻ്റെ ശരീരത്തെയും കൊന്ന് നിൻ്റെ ആത്മാവിനെ നരകത്തിന് ഇടുവാൻ കഴിയുന്നവനെ എന്ത് ചെയ്യണം? ആ ദൈവമാ സർവാധികാരി. മനുഷ്യന് കൂടിപ്പോയാൽ എൻ്റെ ശരീരത്തെ എന്തെങ്കിലും ചെയ്യുവാനേ കഴിയത്തുള്ളൂ, പക്ഷേ എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ കാര്യവും തീരുമാനിക്കുന്നത് ആരാ? മനുഷ്യനല്ല. ആരെങ്കിലും എന്നെ തൊടണമെങ്കിൽ, ആരെങ്കിലും എന്നെ നിന്ദിക്കണമെങ്കിൽ, ആരെങ്കിലും എൻ്റെ എതിരെ ഒരു വാക്ക് പറയണമെങ്കിൽ ആരനുവദിക്കണം? പറയത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, തൊടത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആരനുവദിക്കണം? വലിയവനായ ദൈവം. എൻ്റെ ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ ഉണ്ട്. അത് ദൈവം അനുവദിക്കുന്നത് ഒരു കാരണമാണ്. അത് പിന്നീട് നമുക്കത് മനസ്സിലാവും. ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവമാണ് സർവാധികാരി. അല്ലെങ്കിൽ ഒരു കൂടോത്രമോ ഒരു മന്ത്രവാദമോ ആരെങ്കിലും ദോഷമായിട്ട് ചെയ്താലോ ഇതൊന്നും അല്ല നമ്മളെ ക്ഷീണിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടേണ്ട, മനുഷ്യൻ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് 6ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ടു മീ എന്ന് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. എനിക്കത് അവരാരുമായിക്കോട്ടെ, അവരേത് വലിയ പ്രമാണിയോ രാഷ്ട്രീയക്കാരനോ ഹോൾഡ് ഉള്ളവനോ അവരാരുമായിക്കോട്ടെ, എനിക്കത് ഏതുമില്ല. അവർ സഭയെ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ദൈവദാസന്മാർക്കൊക്കെ എപ്പോഴും പേടിയത് ആയിരിക്കും. പത്രോസ് അല്ലെങ്കിൽ അവിടെയുള്ള അപ്പോസ്തലന്മാർ അവർ സഭയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അതൊന്നും പൗലോസ് പറയുമ്പോൾ അവരാരുമായിക്കോട്ടെ എനിക്കതൊരു വിഷയമല്ല, എനിക്കത് ഏതുമില്ല. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അപ്പോസ്തലൻ അത് വ്യക്തമാക്കും, അത് പറഞ്ഞിരിക്കും.
തീത്തോസിൻ്റെ വിഷയത്തിൽ സ്ട്രിക്റ്റായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ആ വിഷയത്തിലൊക്കെ കണ്ണടച്ച് അവിടെ സഭ അങ്ങനെ ഒരു കാര്യം പരിച്ഛേദന ജാതികളിൽ നിന്ന് വരുന്നവരെ പരിച്ഛേദന വീണ്ടും ചെയ്യുന്ന ഒരു സിസ്റ്റം പതുക്കെ ഇതൊക്കെ വിട്ടിട്ടല്ലേ ഇവരിറങ്ങിയത്. ഈ യഹൂദ ആചാരങ്ങളൊക്കെ വിട്ടിട്ടല്ലേ ആത്മശക്തി പ്രാപിച്ച് ഇവരിറങ്ങിയത്. ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ ഏത് മനുഷ്യനെയും സാത്താൻ വലിച്ചുകൊണ്ട് പോകുന്നത് ഏതാ? അവരവരുടെ പഴയ ആചാരങ്ങളിലേക്ക് തീരുമാനങ്ങളൊക്കെ എടുത്തത് അങ്ങ് മറന്നു പോകും. പഴയ ജീവിത ശൈലിയിലേക്ക്, പഴയ സ്വഭാവം നമ്മളെ പുറമോട്ട്. അപ്പോൾ ശരിക്കും എന്തുവാ സംഭവിച്ചത്? യെരുശലേമിലെ സഭയെ അവിടുത്തെ മനുഷ്യരെയും പ്രമാണികളെ നാട് യെരുശലേമാണ്, മനസ്സിലാക്കണം. അവിടെ യഹൂദന്മാർ മാത്രമേ ഉള്ളൂ. ഹോളി സിറ്റി അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ നഗരമാകുന്ന കോട്ടയൊക്കെ കെട്ടി മതിലൊക്കെ ഉള്ള ജാതി അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പുറത്ത് എന്ന് പറയുന്ന എന്നാലേ ആ സിനഗോഗിലുള്ളവർ. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ പരിച്ഛേദന ഏക്കാൻ സഭയിൽ പരിച്ഛേദന പരിപാടി കാണത്തില്ല. അപ്പോൾ ഇവരെവിടെ പോകുമായിരുന്നു? തലയിടാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷനും അവരുടെ റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷനിലെല്ലാം അവരെവിടെ പോകാൻ തുടങ്ങി? യെരുശലേം ദേവാലയത്തിൽ സിനഗോഗിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ ഈ പരിച്ഛേദന ഏൽക്കുന്നത്. അവിടെയാണ് ഈ പരിച്ഛേദന ചെയ്ത് കൊടുക്കുന്നത്. സഭയിൽ ആരും പരിച്ഛേദന ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ശുശ്രൂഷ പുതിയ നിയമത്തിലില്ലല്ലോ, കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പഴയ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനെ റിലേറ്റീവ്സിനെ സന്തോഷിപ്പിക്കുവാൻ ഇവരിടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പരിച്ഛേദന അതുമായിട്ടൊരു ബന്ധം, ആ ആചാരങ്ങൾ പഴയ ആചാരങ്ങളുമായിട്ടൊരു ബന്ധം. പൗലോസ് പറഞ്ഞു ഇതൊന്നും എനിക്ക് ഏതുമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നില്ല ശത്രുക്കൾ ഇതൊന്നും വാട്ട് ക്യാൻ ദേ ഡു ടു മീ, അവരെനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എന്തുവാ? അവർക്കൊരു ഗുണവും ചെയ്യുവാൻ കഴിയത്തില്ല, അവർക്കൊരു ദോഷവും ചെയ്യുവാൻ. അവരെനിക്ക് ഏതുമില്ല എന്നിവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ പ്രമാണിമാർക്കൊരു ഗുണവും ചെയ്യുവാൻ കഴിയത്തില്ല. കുറച്ച് പേരൊക്കെ ഇരുന്നോട്ടെ, അങ്ങനെ ഇച്ചിരി ഹോൾഡൊക്കെ ഉള്ള ഒരു സഭയിൽ അവർ സഭയ്ക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പം ഗുണം ചെയ്യുമെന്ന് എന്നൊക്കെ വിചാരിച്ചായിരിക്കും അപ്പോസ്തലന്മാർ ഇങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ അവർ പറയുന്നത് കേട്ട് വഴങ്ങിക്കൊടുക്കുന്നത്. പൗലോസ് പറയുന്ന അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്തെങ്കിലും ദൈവസഭയെ ചെയ്യണമെങ്കിൽ അത് ആര് ചെയ്യണം? അത് സാക്ഷാൽ ദൈവം ചെയ്യണം. അത് കർത്താവാണ് എല്ലാ കാര്യങ്ങളും. ഒരു ദൈവസഭയുടെ സർവ്വ അതോറിറ്റി ആരാ? കർത്താവാണ്. പ്രൊവൈഡർ ആരാ? കർത്താവാണ്. പ്രസാദിപ്പിക്കേണ്ടത് ആരെയാ? കർത്താവിനെയാണ്. നമ്മളെല്ലാവരും ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ പട്ടണ മധ്യത്തിൽ നമ്മൾ ആരാധിക്കുന്നല്ലോ. നമ്മൾ ഇന്നും അവസാനം വരെ ആ തീരുമാനത്തിലായിരിക്കണം. പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാനും പ്രസാദിപ്പിക്കുന്നത് കർത്താവിനെ മാത്രമായിരിക്കണം. 7-8 വായിച്ചാൽ ജാതികൾക്കായി എന്നോട് കൂടെ വ്യാപരിച്ചതുകൊണ്ട് പത്രോസിനെ പരിച്ഛേദനക്കാരുടെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞപ്പോൾ പൗലോസ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പരിച്ഛേദനക്കാരുടെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ശുശ്രൂഷ. അതുപോലെ തന്നെ പൗലോസിനെ ശക്തമായിട്ട് ജാതികളുടെ മധ്യത്തിൽ ഈ കഴിഞ്ഞ 14 വർഷം ജാതികളുടെ ഇടയ്ക്കെല്ലാം ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് തിരിച്ച് നീണ്ട 14 വർഷത്തിന് ശേഷം തൻ്റെ സ്വന്തം നാടായ യെരുശലേം. അപ്പം ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ശക്തമായി പൗലോസും ശുശ്രൂഷിക്കുന്ന കണ്ടിട്ട് അപ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും ഇവിടെ ഒട്ടും യെരുശലേമിലെ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യാഞ്ഞോണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചല്ലേ ഉള്ളൂ. അവർ നേരെ എന്ത് ചെയ്തു? അറേബ്യയിലേക്ക് പോയി. അങ്ങനെയാണ് ജാതികളുടെ മധ്യത്തിൽ പൗലോസ് ശുശ്രൂഷ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നീണ്ട 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശക്തമായ വചനങ്ങളും വെളിപ്പാടുകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ തിരുവത്താഴം തൊട്ട് ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു നമ്മൾ ഇന്നും വായിക്കാൻ പോകുന്ന വാക്യം. അപ്പോൾ ഇതൊക്കെ ഈ വെളിപ്പാടുകൾ കണ്ടപ്പോൾ യെരുശലേമിലെ അപ്പോസ്തലന്മാർ മനസ്സിലായി ഈ ഒരു അഭിഷേകത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീഴ്പ്പെടുന്നത്. ഒരാഴമുള്ള ഒരു മർമ്മം അല്ലെങ്കിൽ വെളിപ്പാടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. അത്ര എളുപ്പമല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ കർത്താവിനോട് എന്ത് ചെയ്യണം? ചേർന്ന് നിൽക്കണം. അപ്പോൾ അത് അവിടെയുള്ള അപ്പോസ്തലന്മാർ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. യഹൂദന്മാരുടെ മധ്യത്തിൽ അവരെ പ്രവർത്തിക്കാൻ വിളിച്ചപ്പോൾ തന്നെ ശക്തമായി ജാതികളുടെ മധ്യത്തിൽ അതാണ് ടഫ്. സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അന്യനാട്ടിൽ പോയി ഇതുവരെയും യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത യഹൂദന്മാരുടെ മധ്യത്തിൽ മശീഹ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇഷ്ടത്തിന് പ്രവചനങ്ങളുണ്ട് ബൈബിളിൻ്റെ അകത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത ജാതികളുടെ മധ്യത്തിൽ പോയി യേശുവിനെ പ്രസംഗിക്കണേലാണ് ഇച്ചിരി പാട്. അപ്പം ഇതുപോലെ ശക്തമായി കോംപ്രമൈസ് കൂടാതെ പ്രവർത്തിച്ച് കണ്ടപ്പോൾ അവർക്കും മനസ്സിലായി. അങ്ങനെ അവർ സ്വീകരിച്ചതാണ് 9-ാമത്തെ വാക്യം. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ജാതികളുടെയും അവർ പരിച്ഛേദനക്കാരുടെയും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ ബലം തയ്ക്കും. അപ്പോഴാണ് ഒന്ന് സ്വീകരിക്കുന്നത്. ഈ യെരുശലേമിലെ അപ്പോസ്തലന്മാർ ശക്തമായിട്ട്
സാധാരണ നമ്മൾ വിചാരിക്കും ശക്തമായിട്ട് വചനം പറയുമ്പോൾ, ശക്തമായിട്ടൊരു കറക്ഷൻ പറയുമ്പോൾ ഉടനെ അവിടെ വലിയ പ്രോബ്ലം ഉണ്ടാകാൻ പോകുക. പൗലോസ് മാനസികമായിട്ട് ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ കറക്ഷൻ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഒരു ജാതിയിൽ നിന്ന് വരുന്ന വ്യക്തിയെ അവർ തർക്കിക്കുകയും ബാധിക്കുകയും ഒക്കെ ചെയ്ത് കാണും. അതുകൊണ്ടല്ലേ എഴുതിയേക്കുന്ന ഒരു നാഴിക പോലും ഞങ്ങൾ എന്ത് ചെയ്തില്ല, അതിനെ വഴങ്ങിക്കൊടുത്തില്ല. അപ്പോൾ എന്തു ഡിബേറ്റ് ആയിരുന്നു അവിടെ നടന്നത്, വലിയ വലിയ വാദം, അടി ഉണ്ടാകുന്ന യഹൂദന്മാരല്ലേ, ഭയങ്കരമാരല്ലേ, അവരടി ഉണ്ടാകുന്ന സീൻ വരെ അവിടെ ഉണ്ടാക്കി കാണും ഈ ഒരൊറ്റ വിഷയത്തിന്. പൗലോസ് ശക്തമായിട്ട് നിന്നിട്ട് ഒരു അല്പം പോലും വഴങ്ങിക്കൊടുക്കാതെ നിന്നപ്പോൾ ശരിക്കും തന്നെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു വേറൊരു ഉപദേശമാണ്, ദുരുപദേശമാണെന്ന് പറഞ്ഞ് പൗലോസിനെ കളയേണ്ടതാണ്. പക്ഷെ അങ്ങനല്ല, ശക്തമായിട്ട് നിന്നപ്പോൾ ഈ യെരുശലേമിലുള്ള പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ ഉള്ളവരുടെയൊക്കെ പഴയ അഭിഷേകം എന്ത് ചെയ്തു എന്ന് ഉണർന്നു. അവർ ക്ഷീണിച്ചു പോയി. അവർ ഈ വിശ്വാസികൾ പറയുന്നത് കേട്ട് പഴയ ആചാരത്തിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ അനുവദിച്ച് അവരിതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്യണമെങ്കിൽ സിനഗോഗിൽ പോകണം. അപ്പോൾ ഇതൊക്കെ അനുവദിച്ചു കൊടുത്ത് അവരിങ്ങനെ സന്തോഷിപ്പിച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി ഇങ്ങനെ കുറേ പേരെയും കൂടെ ഒക്കെ സ്നാനപ്പെടുത്തി ഇങ്ങനെ സഭയിൽ ആളിനെയൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ പൗലോസ് ശക്തമായിട്ട് പറഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ത് ചെയ്തു, ഉണർന്നു. ഇവർക്ക് ഹാലിൽ ഉണർന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി നമ്മുടെ മേലുള്ള ആത്മാവ് തന്നെയാണ് ആരുടെ മേൽ, പൗലോസിൻ്റെ മേൽ. സ്തോത്രം. അപ്പോൾ ആ കാര്യത്തിന് ഹാലല്ല അവർ ശുശ്രൂഷയ്ക്ക് ഒരു വലങ്കൈ കൊടുത്ത് അവർ സ്വീകരിച്ചു. എന്ന് വെച്ചാൽ ആ മിനിസ്ട്രി അവർ അക്സെപ്റ്റ് ചെയ്തു, ആ കറക്ഷൻ അവരെന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ, ചില ദേശത്ത് ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ നല്ല ബലത്തോടു കൂടി നമ്മളെ ദൈവാത്മാവ് വായിക്കും. ഞങ്ങൾക്ക് ഇതുപോലത്തെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങൾ, പല സംസ്ഥാനങ്ങൾ, ഇതുപോലെ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പല ഗ്രാമങ്ങൾ, ഉൾഗ്രാമങ്ങൾ, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ പണ്ട് ചെന്ന ദൈവദാസന്മാർ അവിടെ നിന്ന് കരീംനഗറിലെ ഒരു മലയാളി ദൈവദാസൻ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളോട് ഒന്നിച്ച് ചേർന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇതുപോലെ ഒരാഴ്ചത്തെ ടീം വർക്കിന് വിളിച്ചതാണ്. ഞങ്ങൾ ഒരു 4-5 ദിവസം ഗ്രാമങ്ങളിൽ അവിടെ 10-20 ഗ്രാമങ്ങളിൽ പോയി ഞങ്ങൾ വളരെ ഇതുവരെയും ട്രൈബൽസിൻ്റെ അടുത്ത് ഇതുവരെയും സുവിശേഷം നടക്കാത്ത, ആ മനുഷ്യനെ പോലും കയറ്റാത്ത ഒരു ഗ്രാമത്തിൽ വരെയും ഞങ്ങൾ അങ്ങനെ പോകാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ എല്ലാം പോയി ഞങ്ങൾ ശക്തമായിട്ട് അവസാനത്തെ 2 ദിവസം പുള്ളി പറഞ്ഞു, എനിക്കൊരു ബലം വേണം. ആ മനുഷ്യൻ നല്ലപോലെ ഒരു കാലത്തെ ശുശ്രൂഷ, ഒരു വലിയൊരു അപ്പോസ്തലനാണ്. എല്ലാവരും അല്ലെങ്കിൽ അവിടെ ആ ദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയൊരു അപ്പോസ്തലനാണ്. 80കൾ അല്ലെ 86 ഏതോ 84 ഒക്കെ ഇവിടെ നിന്ന് ആ ദേശത്ത് പോയി ദൈവദാസനായിട്ട് കുടുംബമായിട്ട് പ്രവർത്തിച്ച് അന്നോട്ട് കർത്താവിൻ്റെ വേലയിലുള്ള ഒരു മനുഷ്യനാണ്. ആദ്യകാലം എല്ലാം താൻ ശക്തമായി നിന്ന സമയത്ത് തനിക്ക് ഫണ്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ തനിക്ക് പല മിനിസ്ട്രീസുമായിട്ടൊക്കെ ബന്ധമായി ഫണ്ടൊക്കെയായി. അത് കഴിഞ്ഞ് ഫണ്ടൊക്കെ വന്നതോടുകൂടി കാര്യങ്ങളായി, പ്രസ്ഥാനമായി, ടൗണിൻ്റെ മധ്യത്തിൽ വലിയൊരു ചേർച്ചായി, നിറച്ച ആൾക്കാരായി. ഞാൻ വന്ന സമയത്ത് ശക്തമായിട്ട് ഇവിടുന്ന്, അന്ന് പക്ഷേ ആൾക്കാരില്ലായിരുന്നു. അന്ന് കുറച്ച് 10-20-30 പേരെ ഉള്ളായിരുന്നു. അന്ന് ഞങ്ങൾ ശക്തമായിരുന്ന ഇതുപോലെ മണിക്കൂറുകൾ എടുത്ത്, കാര്യം ഞങ്ങളിത് ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ഉള്ളിലെ ആ പഴയ അഭിഷേകം എന്ത് ചെയ്തു, ഒന്ന് ഉണർന്നു. പഴയ കാഴ്ചപ്പാട്, ദൈവം തന്നോട് പണ്ട് പറഞ്ഞ ഈ ദേശത്തോട്ട് അയച്ചപ്പോൾ ദൈവം തന്നോട് ഇടപെട്ട ചില കാര്യങ്ങളൊക്കെ താൻ ഓർക്കുവാടേത്തത്. അപ്പം നമ്മൾ ഒരു കാര്യം ഒരു സ്ഥലത്ത് ചെന്ന് ശക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒപ്പോസിഷൻ വരും, നമ്മളെ പുറത്താക്കും, പിന്നെ ആ ദേശ ശുശ്രൂഷയുടെ വാതിലടയും. നോ, പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ശക്തമായിട്ട് പറയുമ്പോൾ അവിടെയുള്ള ദൈവമക്കളുടെ, പഴയ ദൈവമക്കളുടെ ക്ഷീണിച്ച് കിടക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യുന്നു, ഉണങ്ങിയ അസ്ഥികളൊക്കെ ഒന്ന് ഉണരും. അവരൊക്കെ ഉണർന്ന് കർത്താവിന് വേണ്ടി വലിയ സൈന്യമായിട്ട് നിൽക്കും. അതാണ് ഇവിടും സംഭവിച്ചത്. അപ്പോൾ പൗലോസ് വിചാരിച്ചു ആദ്യം ആരും കൈ കൊടുക്കാഞ്ഞിട്ടാണ് പൗലോസ് എന്ത് ചെയ്തു, ആരും കൈ കൊടുത്തില്ല. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് മാത്രം അവിടെ തന്നെ കാണാൻ അവിടെ വെയിറ്റ് ചെയ്തുള്ളൂ. ആരും തന്നെ കാണാൻ പോലും വെയിറ്റ് ചെയ്തില്ല, ആരും ഗ്രീറ്റും ചെയ്തില്ല. താൻ നേരെ അറേബ്യയിലേക്ക് പോയെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നീണ്ട 14 വർഷത്തിന് ശേഷം താൻ വന്നപ്പോൾ താൻ ഹാലിൽ അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. ഇനി അടുത്ത 11-ാമത്തെ വാക്യം തൊട്ട് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. വലിയൊരു വിഷയത്തിൻ്റെ ഒരു കറക്ഷനാണ് അവിടെ പിന്നെയും നടക്കാൻ പോകുന്നത്. അപ്പോൾ കറക്ഷൻ നടന്നേലേ പറ്റൂ. കറക്ഷൻ നടന്നപ്പോൾ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു, ഒന്ന് ഉണർന്നു. അപ്പോൾ ദൈവദാസന്മാരെയും അപ്പോസ്തലന്മാരെയും ഒക്കെ ഉണരുവാനുള്ള ഒരു ശക്തിയാണ് ആരുടെ മേൽ പകർന്നത്. അതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ, ആ പൗലോസ് ഒരാളുണ്ട് പണ്ട് സഭയെ പിടിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്, താൻ യേശു കർത്താവ് ഉണ്ടായിരുന്ന യെരൂശലേമിലെ അപ്പോസ്തലന്മാർ പറഞ്ഞു വരുത്തിയതാണ്. താൻ അപ്പോസ്തലൊന്നുമല്ല. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കണ്ടവനാണ്, തൻ്റെ കൂടെ ശുശ്രൂഷവനാണ്. അങ്ങനെ ഈ 12 ശിഷ്യന്മാരായ ഞങ്ങൾ മാത്രമേ അപ്പോസ്തലന്മാരുള്ളൂ, അല്ലെങ്കിൽ അതിന് 11 പേര് മാത്രമേ അപ്പോസ്തലന്മാരുള്ളൂ. പൗലോസ് അപ്പോസ്തലൊന്നുമല്ല. പൗലോസ് കർത്താവിൻ്റെ പുനർദാനം കണ്ടിട്ടില്ലല്ലോ.
എന്നുവരെയും പറഞ്ഞ് ആൾക്കാരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പൗലോസിൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ, ശക്തമായി കണ്ടപ്പോൾ, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദേശശക്തിയുടെയും ഒരു ദേശത്തിൻ്റെ ആചാരത്തിൻ്റെയും ഒരു ദേശത്തെ സഭ മുഴുവൻ ക്ഷീണിച്ചു പോയ ആ സഭയിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങ് ചുമ്മാതെ ആർക്കും വന്നിട്ട് ഫ്രണ്ടിൽ അലയ്ക്കാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യണം, പറയണമെങ്കിൽ അതിന് അഭിഷേകം വേണം. അത് ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിക്കണം. ആ ശുശ്രൂഷ കണ്ടപ്പോൾ ഇവരുണർന്നു, ഇവർക്ക് കറക്ഷൻ മനസ്സിലായി, ഇവർ ശുശ്രൂഷയുടെ കൈ കൊടുത്തു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് 10. പൗലോസിനോട് ഒരു കറക്ഷൻ, ഒരു കാര്യം മാത്രം പറഞ്ഞു. പൗലോസ് ചെറിയ ധനികനല്ല. ഞാൻ പറഞ്ഞല്ലോ, രാജാവിന് അങ്ങോട്ട് കൈക്കൂലി കൊടുക്കുവാൻ, തന്നെ റിലീസ് ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്തു, അങ്ങോട്ട് കാശ് കൊടുക്കാം. തൻ്റെ കയ്യിൽ നിന്ന് കാശ് പ്രതീക്ഷിച്ചു രാജാവ്. അപ്പം രാജാവിന് കാശ് കടം കൊടുക്കുവാൻ, അല്ലെങ്കിൽ കാശ് കൊടുത്ത ഒരു കാര്യം സാധിക്കുവാൻ അത്രയ്ക്ക് വലിയ ധനികനാണ്, രാജാവിനേക്കാൾ ധനികനാണ് ആര്, പൗലോസ്. അപ്പം ജ്ഞാനിയും അതുപോലെ അന്നത്തെ കാലത്ത് ആരും അത്രയും ജ്ഞാനിയില്ലായിരുന്നു. അതുപോലെ ജ്ഞാനികളിൽ ജ്ഞാനിയും പഠിത്തമുള്ളവനും എല്ലാ രീതിയിലും ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ അത് അത്രയും ജ്ഞാനവും അത്രയും പണവും ഉണ്ടെങ്കിൽ താൻ കൈകാര്യം ചെയ്ത ഓഫീസും അത്രയും ശ്രേഷ്ഠമാണ്. അപ്പം അതെല്ലാം അവിടെ ഉള്ളവർക്ക് അറിയാം. പത്രോസും യോഹന്നാൻ നോക്കിയപ്പോൾ താൻ ഇനി ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു ലെവലിലുള്ള ആൾക്കാരോട് മാത്രമേ സുവിശേഷം പറയുന്നുള്ളൂ. അങ്ങനല്ല, 14 വർഷം കൊണ്ട് ജാതികൾ അറേബ്യയിൽ തന്നെ കർത്താവ് നല്ലൊരു ട്രെയിനിങ് തനിക്ക് കൊടുത്തു, എല്ലാവരെയും ഉൾക്കൊള്ളുവാനും. അതുകൊണ്ടാണല്ലോ ഒരു യഹൂദൻ ജാതിയുടെ അടുത്ത് പോകുന്നത്. കർത്താവ് അനുവദിക്കാതെ ആദ്യം പത്രോസ് തന്നെ എന്ത് പറഞ്ഞു, കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ അയ്യോ ഹറാം, അയ്യോ അത് നിക്ഷിദ്ധമാണ്, അത് ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ പത്രോസിനെ നമുക്കറിയാം. പിന്നെ കർത്താവ് പ്രത്യേകം പറഞ്ഞാണ്. അപ്പോൾ യഹൂദന്മാരെ കൊച്ചിലെ തൊട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരങ്ങനെ ജാതികളുടെ അടുത്ത് ചെല്ലത്തില്ല. പക്ഷേ ഇത്രയും വർഷം ജാതികളുടെ ഇടയ്ക്ക് ശുശ്രൂഷ, ഒരു ഉപദേശം കൂടെ അപ്പോസ്തലൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, എന്ത് ചെയ്യണം. യെസ്, 10ാമത്തെ വാക്ക്, ദരിദ്രന്മാർ, സാമ്പത്തികമായിട്ട് ക്ഷീണമുള്ളവരെ ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരെയും ഓർക്കണം. പൗലോസ് ആ ലെസൺ എന്ത് ചെയ്തു, സന്തോഷത്തോടെ എടുത്തു. അതേ സമയത്ത് അപ്പുറത്ത് പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ അവർക്കും ഒരു ലെസൺ കിട്ടി. എന്തുവാ, നമ്മൾ ഈ ജാതികളുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ട്രഡീഷൻസ്, ഈ സമ്പ്രദായം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വിടണം. നമ്മൾ ആ സമ്പ്രദായം എല്ലാം മാറ്റിയാലേ പറ്റൂ എന്ന് അവർക്കും ഒരു കറക്ഷൻ കിട്ടി. പ്രൈസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്ഷനാണ്. അതുപോലെ തന്നെ ജാതികളെ അക്സെപ്റ്റ് ചെയ്യുക. പത്രോസ് ചെയ്ത ഒരു കാര്യം എന്തുവാ, യഹൂദന്മാർ വന്ന ഉടനെ ജാതികളുടെ മധ്യത്തിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആൾ എഴുന്നേറ്റ് പെട്ടെന്ന് എന്ത് ചെയ്തു, യഹൂദന്മാരുടെ മധ്യത്തിൽ പോയിരുന്നു. അപ്പോൾ അവർക്കും ഒരു കറക്ഷൻ കിട്ടി. ജാതികളെയും എന്ത് ചെയ്യണം, സ്വന്തം സഹോദരങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല ഇവനെ ഈ പരിച്ഛേദന ചെയ്ത് യഹൂദനാക്കണം എന്ന് പറഞ്ഞത്. ഈ തീത്തോസിനെ പരിച്ഛേദന ചെയ്ത് യഹൂദനാക്കണം എന്ന് പറഞ്ഞ് തർക്കിച്ചത് എന്തുകൊണ്ടാണ്? അവൻ ജാതിയാകുമ്പോൾ, ജാതിയായിട്ടിരിക്കുമ്പോൾ തന്നെ അവനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങോട്ടും ലെസൺ കിട്ടി, ഇങ്ങോട്ടും ലെസൺ കിട്ടി. സാമ്പത്തിക ക്ഷീണമുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പൗലോസിനോട് പറഞ്ഞു. പൗലോസ് അത് ഓക്കെ പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റവർക്കും ഹല്ലേലൂയ, പ്രൈസ്. അപ്പം അഭിഷേകം ജ്വലിക്കുമ്പോൾ, ദൈവവചനം വരുമ്പോൾ, ദൈവദാസന്മാർക്കും അപ്പോസ്തലന്മാർക്കും വിശ്വാസികൾക്കും യെരൂശലേമിലെ സഭയും എല്ലാം ഉണർന്നു. അവിടെ എല്ലാം കറക്ഷനുണ്ട്, ഏരിയ ഓഫ് കറക്ഷൻ. സ്വതം ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വചനത്തിൽ കൂടെ നമ്മളോട് ഇടപെടുമ്പോൾ എവിടെയൊക്കെ താഴ്മ പ്രാപിക്കണം, എവിടെയൊക്കെ ഇവരോട് പറഞ്ഞ എന്തുവാ, എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സ്, എല്ലാവരും ഒരുപോലെ സഹോദരനായിട്ട് എണ്ണുവാനുള്ളൊരു മനസ്സില്ല, എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനും അവരെ ഒരുപോലെ പണിയുവാനും. അപ്പോൾ ദൈവദാസന്മാരെപ്പോഴും അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, നമ്മളും ഓരോരുത്തരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ചുമ്മാ അത് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ എല്ലാ ഏരിയയിലും ഒരു പണി നടക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വരാൻ എളുപ്പമാണ്. കർത്താവ് പണിയാൻ തൊടുമ്പോഴാണ് നമ്മൾ കീഴ്പ്പെടുമോ ഇല്ലയോ, അക്സെപ്റ്റ് ചെയ്യുമോ. പ്രൈസ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പണിയുന്ന പെർഫെക്ഷൻ അല്ല. ദൈവദാസന്മാരെ പോലും വിടുന്നില്ല. ഇവർ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരാണ്, പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസും. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ പണി ആവശ്യമുള്ള ഏരിയകൾ പത്രോസ് ഇങ്ങോട്ട് പറഞ്ഞു, ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പണി ആവശ്യമുള്ള ഏരിയയിൽ അങ്ങോട്ട് പറഞ്ഞു. അവരെല്ലാം ആത്മാവിൽ ഉണർന്നിരിക്കുന്ന ടൈമും നല്ല ആത്മീയ ബലത്തിൽ ഹല്ലേലൂയ ആത്മാവിൻ്റെ ശക്തിയിലായിരിക്കുന്നതുകൊണ്ട് അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്തു, നന്നായിട്ട് അത് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് പറഞ്ഞാലും അത് വചനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. സ്തോത്രം. അല്ലാതെ നമ്മൾ ഒന്നുകൂടി ശുശ്രൂഷയിൽ യെസ് ഹല്ലേലൂയ അടുത്ത മുമ്പോട്ട്
മുൻപോട്ട് വരുമ്പോഴെല്ലാം ഗലാത്യ സഭയിൽ ഒത്തിരി ക്ഷീണങ്ങൾ സംഭവിച്ചു. ഇതുപോലുള്ള പഴയ ആചാരങ്ങൾ ഒത്തിരി അകത്ത് കയറി വന്നു. അവിടെ എല്ലാം ഓരോ കാര്യങ്ങൾ പ്രവൃത്തിയാൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവൃത്തിയാൽ ഒന്നും ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ദൈവമക്കളെ. ആരെങ്കിലും പാവങ്ങളെ സഹായിച്ചോ, ആരെങ്കിലും എന്തെങ്കിലും ദാനധർമ്മം ചെയ്തോ, ആരെങ്കിലും ഇതൊക്കെ ജാതികൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മളെക്കാൾ അധികം. അതുകൊണ്ടാണ് ഗലാത്യരോട് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഓരോ വിഷയങ്ങൾ, പഴയ ഉത്സവങ്ങൾ, പഴയ നാൾ നോക്കുന്ന വിഷയങ്ങൾ, ദിവസങ്ങൾ നോക്കുന്ന, ആണ്ടുകൾ നോക്കുന്ന, ഇതെല്ലാം എവിടെ വന്നു? ഗലാത്യരോടും എഫെസ്യോസിനോടുമാണ്, 2 സഭയോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഉത്സവങ്ങൾ ആചരിക്കൽ, ഇതെല്ലാം നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സഭ പതുക്കെ. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോയ ആശ്ചര്യം. ആത്മാവിൽ തുടങ്ങിയെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ തന്നെ നടത്തപ്പെടണം. നമ്മൾ അതിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഓരോ വചനഭാവം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. പൗലോസ് പറഞ്ഞല്ലോ, ഒരു നാഴിക പോലും ഞാൻ വിട്ടുകൊടുത്തില്ല. അവിടുത്തെ വിജയം എന്തുമായിരുന്നു? ശുശ്രൂഷയുടെ വിജയം. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷൻ ഏറ്റെടുക്കുവാൻ കാരണം അവിടെ ദൈവത്തിൻ്റെ വചനം സ്ഥാപിക്കപ്പെടുവാനും ആ വചനത്തിൽ നിന്ന് സഭയെ മാറ്റിക്കളയുവാൻ സാത്താൻ കൊണ്ടുവന്ന പദ്ധതി ഇല്ലാതാക്കുവാനുള്ള കാരണം എന്തുവാണ്? ഒരു ദൈവദാസൻ ശക്തമായിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? യെരുശലേമിലെ ടീമല്ലേ വലിയ ടീം. പുള്ളിയും ബർന്നബാസും തീത്തോസും 3 പേര് മാത്രം വന്നിട്ടേ ഉള്ളൂ. എല്ലാവരോടും തന്നെ അങ്ങ് പൊരിച്ച് കാണും. അതുകൊണ്ടാണ് ശക്തമായിട്ട് താനവിടെ പറയുന്നത്, 1 മണിക്കൂർ പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തേ. തർക്കമായിരുന്നു ഈ വിഷയത്തിൽ. നമുക്ക് വചനത്തിന് ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോ സഹോദര, വചനം ഇന്നതാ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് വചനം എന്ത് ചെയ്യണം? നിശ്ചയം വേണമില്ലേ? വചനം നിശ്ചയം വേണം. ആ വചനം അത് പറഞ്ഞ് അനേകരെ മനസ്സിലാക്കുവാനുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരട്ടെ. ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. നമ്മൾ ശരിയെന്ന് തോന്നുന്നതും നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ അത് ശരിയാണെന്ന് സ്ഥാപിക്കുവാനല്ല. വചനം എല്ലാവർക്കും ഒരുപോലെ വചനം ആകുന്നത് പോലും വചനം പഠിപ്പിക്കുവാൻ, വചനമാകുന്നത് പോലും വചനം മനസ്സിലാക്കുക, വചനത്തിൽ കൂടെ ഏത് കറക്ഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാലും അതുപോലെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് മനസ്സ് തരട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ.